ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മിക്ക് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ബീൻസ് പൊട്ടാറ്റോ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബീൻസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റിയായ ഒരു മസാല കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഈ പാത്രം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ അത് ഉപയോഗിക്കാം, ഓയിൽ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്കിഷ്ടമുള്ള ഓയിൽ വെച്ചിട്ട് നമുക്കിത് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് 4ആയിട്ട് കട്ട് ചെയ്തതും ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. നന്നായിട്ട് മൊരിഞ്ഞ് ചുവന്ന കളറാകണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഉരുളൻകിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ്, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഉരുളൻകിഴങ്ങിൻ്റെ തോല് കളയുന്നതും അത് കട്ട് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോകളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആകും. അപ്പോൾ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ബോറടിക്കും നമ്മൾ വീഡിയോ ഒരുപാട് കൂടുതലായാൽ. അതുകൊണ്ടാണ് ഇതൊന്നും കട്ട് ചെയ്ത വീഡിയോകളൊന്നും എടുക്കാത്തത്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി ഉരുളൻകിഴങ്ങ് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഉരുളൻകിഴങ്ങ് ഇതിൽ കിടന്ന് അങ്ങനെ വേഗണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതുവരെ നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മളിതിങ്ങനെ അടച്ചു വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ പൊട്ടാറ്റോൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീൻസാണ്. ഇത് നമ്മളിത് ഒരു 150 ഗ്രാം ബീൻസ് ഇതേപോലെ ഈ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ചേർക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുക. നമ്മുടെ ബീൻസൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരും. ബീൻസിനൊന്നും അധികം വേവില്ല, പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായി കിട്ടും. അതിനായിട്ട് നമ്മളിതൊന്ന് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഗ്രീൻ ബീൻസിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. കണ്ടോ, പൊട്ടാറ്റോൻ്റെ കളറും ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊടികളാണ്. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ്, ഒരു വലിയ പച്ചമുളകാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത്. അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ എരിവ് വേണമെന്ന് തോന്നുമെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയുടെയും നമ്മൾ ചേർത്ത മുളകും മഞ്ഞളുടെയൊക്കെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ, അതൊന്ന് പോകുവോളം നമുക്ക് ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ്, ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ബീൻസ് പൊട്ടാറ്റോ മസാലയാണിത്. ഒരു 2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ബീൻസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പൊട്ടറ്റോയും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, തൊടുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് പൊട്ടിപ്പോകുന്നുണ്ട്. കണ്ടോ, കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പ് വേണമെങ്കിൽ നോക്കി നോക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. തക്കാളിയാണ്. ഇതൊരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ചേർത്തിട്ട് നമ്മൾ 1 മിനിറ്റ് മാത്രം അതിന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ഈ തക്കാളി ഈ നമ്മുടെ ഈ പാൻ്റെ നടുക്കേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തക്കാളി പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും. അപ്പോൾ കണ്ടോ, തക്കാളി ഒന്നും കാണാനില്ല. ഇനിയിപ്പോൾ അതേപോലെ ഇങ്ങനെ മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ടാകും. ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഗ്രീൻ ബീൻസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തണ്ട് കരിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇല ഇല്ലെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. അത് രണ്ടും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ പൊട്ടറ്റോ ബീൻസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ്, കഞ്ഞിക്കൊപ്പവും നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇതേപോലൊരു സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബീൻസ് പൊട്ടാറ്റോ മസാല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മിക്സ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.